അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യവുമായി എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. പ്രേമചന്ദ്രന്റെ നിലപാടിനെ ചൊല്ലി ആർ.എസ്.പിയിൽ ഭിന്നസ്വരങ്ങൾ. പ്രേമചന്ദ്രന്റെ നീക്കം മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടെന്ന് ആരോപണം. അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്ന നിലപാടുമായി യു.ഡി.എഫ് നേതൃത്വം. കരുനീക്കങ്ങൾ ശക്തമാക്കി ഷിബു ബേബി ജോൺ. എം.പി. സ്ഥാനം രാജിവെച്ച അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹവുമായി മുതിർന്ന നേതാവ് എൻ.കെ. പ്രേമചന്ദ്രൻ രംഗത്തെത്തിയതോടെ ആർ.എസ്.പിക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നു. പ്രേമചന്ദ്രന്റെ നീക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് ആർ.എസ്.പി. സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. കേരള രാഷ്ട്രീയത്തിൽ പേരെടുത്ത് പറയേണ്ടുന്ന അതികായന്മാരിൽ പ്രധാനിയായിരുന്നു ആർ.എസ്.പി. നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ബേബി ജോൺ. അദ്ദേഹത്തിന്റെ പ്രതാപകാലം ആർ.എസ്.പിയുടെ സുവർണകാലവുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചരിത്രം ഒരുപാട് മാറിയിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയായി ആർ.എസ്.പി. മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിന്നിരുന്ന ആർ.എസ്.പി. ഇപ്പോൾ യു.ഡി.എഫിനോടൊപ്പമാണ്. സംഘടനാശേഷി തുലം കുറവാണെങ്കിലും തലയെടുപ്പുള്ള നേതാക്കളെ മുൻനിർത്തിയാണ് ആർ.എസ്.പി. ഇപ്പോഴും സജീവമായി നിലകൊള്ളുന്നത്. കൊല്ലം എം.പി. എൻ.കെ. പ്രേമചന്ദ്രനും ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണും ഒക്കെയാണ് നേതാക്കൾ. യു.ഡി.എഫ് മുന്നണി നേതൃത്വത്തിനും അക്കാര്യം അറിയുകയും ചെയ്യാം. യു.ഡി.എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ സംഘടനാ വീഴ്ചകളെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തെയും നിശിതമായി വിമർശിക്കുന്ന നേതാവാണ് ഷിബു ബേബി ജോൺ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ മത്സരിച്ചുവെങ്കിലും ഒരിടത്തു പോലും ആർ.എസ്.പി. ജയിച്ചില്ല. യു.ഡി.എഫ് അമ്പെ പരാജയപ്പെടുകയും പിണറായി സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്തെല്ലാം കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരിനെയും തർക്കങ്ങളെയും തുറന്നെതിർത്തിരുന്ന നേതാവായിരുന്നു ഷിബു ബേബി ജോൺ. വി.ഡി. സതീശനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ കടുത്ത അപ്രീതിയാണ് ഉണ്ടായിരുന്നതും. അതേസമയം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വൈകാരിക പ്രസ്താവനകൾ നടത്താതെ യു.ഡി.എഫ് നേതാക്കൾക്ക് ഒപ്പം നിൽക്കുകയും മറ്റേതൊരു യു.ഡി.എഫ് നേതാവിനേക്കാളും ശക്തമായി ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയുമാണ് പ്രേമചന്ദ്രൻ ചെയ്തത്. മികച്ച പാർലമെന്റേറിയൻ എന്ന് കേൾവി കേട്ട പ്രേമചന്ദ്രൻ മികച്ച വാഗ്മിയും കൂടിയാണ്. ഇതെല്ലാം ഇതര യു.ഡി.എഫ് ഘടകകക്ഷികൾക്കിടയിൽ പ്രേമചന്ദ്രനെ പ്രിയങ്കരനാക്കുകയും ചെയ്തു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും 2014 മുതൽ തുടർച്ചയായി പ്രേമചന്ദ്രൻ വിജയിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. വസ്തുതകൾ ഇതൊക്കെയാണെങ്കിലും പ്രേമചന്ദ്രൻ നടത്തുന്നത് ഏകാധിപത്യ വാഴ്ചയാണെന്ന ആരോപണം സ്വന്തം പാർട്ടിയായ ആർ.എസ്.പിയിലുണ്ട്. മറ്റ് നേതാക്കൾക്ക് ആർക്കും അവസരം നൽകാതെ എല്ലാ പദവികളും അംഗീകാരങ്ങളും ഏകപക്ഷീയമായി സ്വന്തമാക്കുന്നു എന്നതാണ് പ്രേമചന്ദ്രനെതിരെ പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുള്ള ആരോപണം. തുടർച്ചയായി ലോക്സഭാ അംഗമാകുന്നതിനു പുറമെ രാജ്യസഭാ അംഗം, സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി തുടങ്ങിയ പദവികളിൽ പ്രവർത്തിക്കാൻ പ്രേമചന്ദ്രന് ഇതിനു മുൻപ് അവസരം ലഭിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ മറ്റുള്ളവർക്ക് അവസരം നൽകാതെ എല്ലാം സ്വന്തമാക്കുന്ന പ്രേമചന്ദ്രന്റെ ശൈലിയോട് കടുത്ത എതിർപ്പാണ് ഷിബു ബേബി ജോണിനെ പോലെയുള്ള നേതാക്കൾക്കുമുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് യു.ഡി.എഫ് നേതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ജയസാധ്യതയുള്ള സീറ്റുകൾ ഉറപ്പുവരുത്താനുള്ള നെട്ടോട്ടത്തിലാണ് ഇതര ഘടകകക്ഷി നേതാക്കൾ. തങ്ങൾ ജയിക്കുകയും യു.ഡി.എഫ് അധികാരത്തിലെത്തുകയും ചെയ്താൽ മന്ത്രിയാകാമെന്ന കണക്കുകൂട്ടലാണ് അതിനെല്ലാം പിന്നിൽ. ചവറയല്ലാതെ ജയസാധ്യതയുള്ള ഒരു സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെന്ന് ഷിബു ബേബി ജോൺ യു.ഡി.എഫ് നേതൃത്വത്തെ നേരത്തെ ധരിപ്പിച്ചതും ഇതേ ലക്ഷ്യം മുൻനിർത്തിയാണ്. എന്നാൽ ഇപ്പോൾ പാർലമെന്റ് അംഗമാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കണമെന്ന ആഗ്രഹമാണ് എൻ.കെ. പ്രേമചന്ദ്രൻ ഉള്ളത്. ഇത് അദ്ദേഹം യു.ഡി.എഫ് നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഇതുവരെയും നേതൃത്വം നിലപാട് കൈക്കൊണ്ടിട്ടില്ല. കാരണം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രേമചന്ദ്രൻ മാറുകയും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും ചെയ്താൽ മണ്ഡലം എൽ.ഡി.എഫ് പിടിച്ചെടുക്കുമെന്ന ആശങ്ക യു.ഡി.എഫിന് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിൽ യു.ഡി.എഫ് നേതൃത്വത്തിന് തീരെ താൽപ്പര്യമില്ലതാനും. എന്നാൽ പ്രതിപക്ഷ എം.പി. ആയി തുടരുന്നതിനേക്കാൾ സംസ്ഥാന മന്ത്രിയാകാനുള്ള സാധ്യതയ്ക്കാണ് പ്രേമചന്ദ്രൻ മുൻതൂക്കം നൽകുന്നത്. ഈ സാഹചര്യമാണ് ഇപ്പോൾ ആർ.എസ്.പിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മേൽക്കൈ കിട്ടുകയും ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും വിജയിക്കുകയും ചെയ്താൽ സീനിയറായ എൻ.കെ. പ്രേമചന്ദ്രൻ മന്ത്രിയാകാനാണ് ഏറെ സാധ്യത. ഇത് മനസ്സിലാക്കിയാണ് പ്രേമചന്ദ്രന്റെ നീക്കത്തിന് തടയിടാനുള്ള കരുനീക്കങ്ങളുമായി ഷിബു ബേബി ജോൺ രംഗത്തുള്ളത്. എം.പി.ആയ പ്രേമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ലെന്ന് ഷിബു ബേബി ജോണും കൂട്ടരും തുറന്നടിക്കുന്നത് പ്രേമചന്ദ്രന്റെ മന്ത്രിമോഹത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. നിലമ്പൂരിലെ ജനവിധിക്ക് ഏറെ പ്രാധാന്യം ലഭിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. നിലമ്പൂർ അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ഡോസാണ്.
അവിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളമുണ്ടെന്നുകൂടി വ്യക്തമാകും. അത് ഇടത് സർക്കാരിന്റെ തുടർഭരണ സാധ്യതകൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. UDFന് ഭരണത്തിലെത്താമെന്നുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുകയും ചെയ്യും. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി വിലപേശൽ സമ്മർദ്ദവുമായി ഘടകകക്ഷികൾ രംഗത്തെത്തുകയും ചെയ്യും. ഇപ്പോൾ RSPക്കുള്ളിൽ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഭിന്നചേരികളാകുന്നതിനു പിന്നിലും മന്ത്രി കസേര എന്ന ലക്ഷ്യം തന്നെയാണെന്ന് പറയാതെ വയ്യ.